ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തക്കാളിയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ വീക്കെൻഡിലോ അതല്ലെങ്കിൽ വിരുന്നുകാർ വന്നാലോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ അരി എടുത്തിരിക്കുകയാണ്. ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2.5 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്കിനി ബാക്കി വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 1/4 കിലോനോളം കോളിഫ്ലവർ, ഒരു ക്യാപ്സിക്കം, 2 സവാള. ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കോളിഫ്ലവറാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലുതാക്കിയിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത്. ശരിക്കും ഒരു വെജിറ്റബിൾ മെനു ആണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 3 ബ്രെഡ് ഇതുപോലെ സ്ക്വയർ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡാണ് ഇത്, ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ ചിക്കനും മീനൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്, ഒരു 2 പിടിയോളം മല്ലിയില എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു 10-15 അല്ലിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണേ. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ തന്നെ രണ്ടും കൂടെ ഉണ്ടാക്കാൻ മതിയാവും കേട്ടോ, നമുക്ക് റൈസ് ഉണ്ടാക്കാനും ഇതിനായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാനും. ആദ്യം ഞാൻ സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാം ചെറുതാക്കി അരിഞ്ഞെടുക്കണേ. അപ്പോൾ 4 സാധനങ്ങളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ ഇതാ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ അതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, അതുപോലെ തന്നെ സവാള, ഒരു 3 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ, ഇനി സാധാരണ വെക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം ഉപ്പും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പുവാണ് കേട്ടോ, ഒരു 4 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഇടുന്നുള്ളൂ. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരും വേണം. നമ്മളിത് ദമ്മിലിടുന്നതൊന്നുമല്ല, ചോറ് ഇതിലേക്ക് ഇടുന്നിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം വെന്ത് കിട്ടണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാക്കി അടച്ച് വയ്ക്കാം. ഇതൊന്ന് ആയി വരുമ്പോഴേക്കും നമ്മളിനി ഈ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും കോളിഫ്ലവറും ഉണ്ടല്ലോ, അതിൽ കുറച്ച് മസാല തേച്ച് വയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വലിപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ജീരകം, ചെറിയ ജീരകം, ക്യൂമിൻ സീഡ് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇതൊരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടിച്ചതാണ്, അതും ഇതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഇനി ഒരു 2 സ്പൂണോളം കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇതിലൊരു 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് യോജിപ്പിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞെടുക്കാം കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. ഇത് കുറച്ചൊന്നിങ്ങനെ ഒന്ന് കവർ ചെയ്തിരിക്കുകയും വേണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെല്ലാം നല്ലൊന്ന് ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി. നമ്മളിതിൽ ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ കുറച്ചൊക്കെ ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ നമ്മളിനി 1 സ്പൂണും കൂടെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം കേട്ടോ. കോൺഫ്ലോർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതാ ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ലോണം ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കും കേട്ടോ ബ്രെഡ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇതാ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോകുന്നില്ല കേട്ടോ. ഇത് ബസ്മതി റൈസ് ഒരു 1/4 ഭാഗത്തേക്കാളും കുറച്ചും കൂടെ കുക്കായി വരണം. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ ദമ്മിടും, അതുകൊണ്ട് 1/4 ഭാഗം വേഗമായാൽ മതി. ഇത് കുറച്ചും കൂടെ ഒന്ന് കുക്കായി വരണം കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിനെ കോരി മാറ്റാം കേട്ടോ.
അഥവാ ഇത് കുറച്ച് വെന്ത് പോയെന്ന് തന്നെ ഇരിക്കട്ടെ, കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ച് വാർത്തെടുത്താൽ മതി. അപ്പോൾ ഇതിന് ഞാൻ ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാൻ ഒട്ടുമിക്ക റൈസും ബസ്മതി റൈസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ നമുക്ക് അധികം ഇങ്ങനെ പശപ്പ് തോന്നില്ല കേട്ടോ. അപ്പോൾ ചോറൊക്കെ വാർത്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനിവിടെ ഒരു 3/4 ഗ്ലാസോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാൻ. ആദ്യം ഞാനിവിടെ ബ്രെഡാണ് കേട്ടോ, ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണേ. ബ്രെഡ് പെട്ടെന്ന് തന്നെ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരും കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇതിൽ നിന്ന് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ചിക്കനും മട്ടനും മീനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഈ ഒരു രീതിയിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള പച്ചക്കറിയും കൂടെ ഇട്ട് കൊടുക്കണേ. അതായത് നമ്മൾ ക്യാരറ്റ്, കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം നമ്മൾ ഇതുപോലെ കോൺഫ്ലവറൊക്കെ ഇട്ട് നന്നായിട്ട് ഇതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതൊരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ബ്രെഡ് ഉണ്ടാക്കിയെടുത്ത പോലെ ഇങ്ങനെ നന്നായിട്ട് കളറ് മാറിയൊന്നും വരുമൊന്നും വേണ്ട. ഇതിൻ്റെ ഈ കോട്ടിങ് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നാൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇത് ആയി വന്നിട്ടുണ്ട്. ഇത്രേ വേണ്ടുള്ളൂ കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം വെന്ത് കിട്ടും. അപ്പോൾ ഇതും കൂടെ ഇതിന്ന് കോരി മാറ്റുവാണ്. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ഇതുപോലെ തന്നെ ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഈ എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ബാക്കി പണിയാൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഈ കടായിലുള്ളത് കേട്ടോ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി 1 സ്പൂൺ, ഇഞ്ചി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള, ക്യാപ്സിക്കം, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി കളറി മാറിയൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ നമ്മളൊരു ചൈനീസ് ഡിഷായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ വെന്ത് ഉടഞ്ഞ് പോവുകയും വേണ്ട, ഇതിൻ്റെ കളറൊന്നും മാറുകയും വേണ്ട. ആ ഒരു രീതിക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇത്രേ വേണ്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3/4 സ്പൂണോളം കുരുമുളക് പൊടി, സോയാ സോസ് 1 സ്പൂണോളം, ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഞാൻ 2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. സോസൊക്കെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു രീതിയിൽ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഈ സോസൊക്കെ ഈ ഉള്ളിയിലൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കോളിഫ്ലവറും ക്യാരറ്റും ഉരുളക്കിഴങ്ങും, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഞാനൊരു ബൗളിലേക്ക് 2 സ്പൂണോളം കോൺഫ്ലവർ, കുറച്ച് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് കട്ടിയായി വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യുക. ഇതെല്ലാം ചെയ്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടായതുകൊണ്ട് തന്നെ വേഗം ആയി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു നമ്മൾ എടുത്തിട്ടുള്ള കോൺഫ്ലവർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. നന്നായി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. മിക്സ് ചെയ്ത ഉടൻ തന്നെ ഇതുപോലെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് നമ്മൾ ഒഴിച്ച് കറി പോലെയുള്ളൊരു കറിയല്ല, നമ്മൾ മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ലെവലിലാണ് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ നല്ല കട്ടിയായിട്ട് വരും. അതിനാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ ചേർക്കുമ്പോൾ നല്ല തിക്കായി വരികയും ചെയ്യും, കാണാനൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ചിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഈ ഒരു കളറ് മാറും. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. ഇപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായിട്ട് വരും. ഒരുപാട് ഇങ്ങനെ കട്ടിയായി വരും. ചെറുതായിട്ടൊക്കെ തിള വരുന്നുണ്ട്. ഇതിൻ്റെ കളറ് മാറുന്നുണ്ടോ. നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെജ് മഞ്ചൂരിയനും ചിക്കൻ മഞ്ചൂരിയനൊക്കെ ഓർഡർ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. അത് വലിയ വ്യത്യാസങ്ങളൊന്നും ഇതിലില്ല.
അതിൽ ചേർക്കുന്ന സോസൊക്കെ നമ്മൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നല്ലോണം ഇങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു സ്പ്രിങ് ഒണിയനും മല്ലിയിലയും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്പ്രിങ് ഒണിയന് 2 പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ചേർത്ത് കൊടുത്തു. രണ്ടും ഇതുപോലെ ഇങ്ങനെ ഉള്ളതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഈ കറിക്ക് ഒരു നല്ലൊരു മണമൊക്കെ തരുന്നത് സ്പ്രിങ് ഒണിയനും മല്ലിയിലയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ഗ്രേവി ഇതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഇങ്ങനെ തിളച്ച് വറ്റി വരുമൊന്നും വേണ്ട, ഇത് നന്നായിട്ടൊന്ന് കുറിക്കാൻ മാത്രം മതി. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ ബ്രെഡ് ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഗ്രേവിയിൽ ഈ ബ്രെഡ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. നമ്മൾ ശരിക്കും നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കില്ലേ, ഇതുപോലെ മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെയാണ് ഇതിരിക്കുക. അപ്പോൾ നന്നായിട്ട് ബ്രെഡൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കുകയാണ്. ഇതിനായിട്ട് ഞാനിവിടെ ബിരിയാണിയൊക്കെ വെക്കുന്ന ചെമ്പാണ് കേട്ടോ. ഇത് സ്റ്റൗ ഓണാക്കി നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ബാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഏതാണ്ട് ഒരു 2 സ്പൂണോളം വരും. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ സവാള അരിഞ്ഞതാണ്. ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കണം. വളരെ സ്പെഷ്യലാണ് കേട്ടോ. നമുക്കിതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഈ ഒരു റൈസിന് കുട്ടികൾക്കൊക്കെ ടിഫിനാക്കി കൊടുക്കാനും നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി 1 സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ ഒരു മുളക് പൊടിയുടെ ആ ഒരു മണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു പച്ചമണം. ഒത്തിരി ഇങ്ങനെ വഴന്ന് വരുമൊന്നും വേണ്ട. മുളക് പൊടിയുടെ ഈ ഒരു കളർ ഒരിക്കലും മാറരുത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ റൈസ് ഇട്ട് കൊടുത്തു. റൈസ് ഇതുപോലെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണേ. നമ്മളിത് ദം ചെയ്ത് വെക്കുന്നൊന്നുമില്ല കേട്ടോ. ഓൾറെഡി ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിങ്ങനെ കട്ടയായിട്ട് കെടുക്കുകയൊന്നുമില്ല കേട്ടോ. ഈ ഒരു റൈസ് നമ്മളങ്ങനെ വേവിച്ചെടുത്തതുകൊണ്ടാണ്. നല്ലോണം ഇളക്കി ഈ ഒരു മസാലയൊക്കെ ഇതിൽ പിടിക്കുന്നത് വരെ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കളറ് തന്നെ ശരിക്കും മാറും കേട്ടോ. നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ പണി. നമ്മുടെ റൈസിൻ്റെ കളറൊക്കെ ശരിക്കും മാറിയത് കണ്ടില്ലേ. അപ്പോൾ ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് വയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്പ്രിങ് ഓണിയൻ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മല്ലിയില സ്പ്രിങ് ഓണിയനൊക്കെ കുറച്ചധികം ഞാൻ എടുത്തത് ഇതിൽ 2ലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് വളരെ രുചിയുള്ളൊരു ചോറാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാം, ഓഫീസിൽ ടിഫിനായിട്ട് കൊണ്ടുപോകാം. അങ്ങനെ എല്ലാം നമ്മൾക്കിതിന് പ്രത്യേകിച്ച് അങ്ങനെ കറിയൊന്നും വേണമെന്നൊന്നുമില്ല. പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ നമ്മൾ വീക്കെൻഡിലൊക്കെ സൺഡേ ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബീട്രൂട്ട്, ഒരു 4 പച്ചമുളക്, പിന്നെ സ്പ്രിങ് ഓണിയനും മല്ലിയിലയും ഞാൻ ഓരോ സ്പൂൺ എടുത്തു വെച്ചിരുന്നു. 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് റൈത്ത ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു വെറൈറ്റി റൈസിന് ഞാൻ ഉണ്ടാക്കുന്ന റൈത്ത ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സെർവ് ചെയ്യാം. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കുറച്ച് എരിവും ഉണ്ടാവും. കാശ്മീരി മുളക് പൊടിക്ക് അത്ര വലിയൊരു എരിവൊന്നുമില്ല കേട്ടോ. അതുവാ നമ്മൾ വെജ് മഞ്ചൂരിയൻ്റെ വേറൊരു വേർഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാം കൊണ്ട് വളരെ
വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.